നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ധനുരാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസം ജ്യോതിഷപരമായി വളരെ നിർണായകമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റവും അവയുടെ ശുഭാശുഭ സ്ഥാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വിശദമായി നമുക്ക് നോക്കാം. ധനുരാശിയുടെ അധിപനായ വ്യാഴം ഉച്ചസ്ഥനായി 8ാം ഭാവത്തിൽ നിൽക്കുന്നു. ചൊവ്വ 7ാം ഭാവത്തിലും ശനി 4ാം ഭാവത്തിലും നിൽക്കുന്നു. രാഹു 3ാം ഭാവത്തിലും ശുക്രൻ 10ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. സൂര്യനും ബുധനും കേതുവും 9ാം ഭാവത്തിൽ ഒന്നിച്ചു നിൽക്കുന്നു. മാസത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. വലിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഉണ്ടാകാൻ സാധ്യതയില്ല. രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെട്ടു നിൽക്കുന്നതിനാൽ ദൈനംദിന കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സെപ്റ്റംബർ 19-ന് ചൊവ്വ 8ാം ഭാവത്തിലേക്ക് രാശി മാറി സഞ്ചരിക്കുന്നതോടെ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ജാഗ്രത ആവശ്യമായി വരും. പ്രധാനമായും ദഹന വ്യവസ്ഥയുമായും വയറുമായും ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കണം. അല്ലാത്ത പക്ഷം ഫുഡ് പോയ്സണിങ്, അസിഡിറ്റി, ദഹനക്കേട് എന്നിവയുണ്ടായേക്കാം. കാലാവസ്ഥാ വ്യതിയാനം കാരണം പെട്ടെന്നുള്ള അലർജി, തൊണ്ടയിലെ അണുബാധ എന്നിവ വരാൻ സാധ്യതയുണ്ട്. നേരിയ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ പോലും സ്വയം ചികിത്സ ഒഴിവാക്കി കൃത്യസമയത്ത് വൈദ്യസഹായം തേടുന്നത് ഗുണം ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ മികച്ച തുടക്കം ലഭിക്കുന്ന മാസമാണിത്. മനസ്സിന് നല്ല സ്ഥിരതയും വ്യക്തതയും ഉള്ളതിനാൽ വിഷയങ്ങൾ എളുപ്പത്തിൽ ഗ്രഹിക്കാനും പഠനത്തിൽ മികച്ച ഏകാഗ്രത പുലർത്താനും സാധിക്കും. പരീക്ഷകൾക്കോ അഭിമുഖങ്ങൾക്കോ തയ്യാറെടുക്കുന്നവർക്ക് മികച്ച പുരോഗതി കൈവരിക്കാനാകും. സെപ്റ്റംബർ 3-ഓടെ ശുക്രന്റെ അനുകൂല ദൃഷ്ടിയും പിന്നാലെ ബുധന്റെ അനുകൂല സ്ഥാനമാറ്റവും ഉണ്ടാകുന്നു. ഇത് പഠനത്തോടൊപ്പം സർഗാത്മക കഴിവുകൾ, ഓർമ്മശക്തി, ആശയവിനിമയ ശേഷി എന്നിവ വർദ്ധിപ്പിക്കും. മത്സര പരീക്ഷകളിലും ക്ലാസ് റൂം പ്രകടനങ്ങളിലും കൂടുതൽ ശോഭിക്കാൻ ഈ മാറ്റം സഹായിക്കും. സെപ്റ്റംബർ 19-ന് ശേഷമുള്ള ദിവസങ്ങളിൽ പഠനവുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം. ഉപരിപഠനത്തിനായുള്ള കോളേജ് അഡ്മിഷൻ, നിലവിലെ കോഴ്സ് മാറൽ, പഠന സ്ട്രീം തിരഞ്ഞെടുക്കൽ തുടങ്ങിയ നിർണായക കാര്യങ്ങളിൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. ഭാവി പഠനത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് മുതിർന്നവരുമായോ അധ്യാപകരുമായോ കരിയർ വിദഗ്ധരുമായോ കൃത്യമായി ആലോചിക്കുക. തിടുക്കം ഒഴിവാക്കി ചിന്തിച്ചുറപ്പിച്ച ശേഷം മാത്രം അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത് ഗുണം ചെയ്യും. ഈ മാസം ദാമ്പത്യ ജീവിതം പൊതുവെ വളരെ ഊഷ്മളവും സന്തോഷകരവുമായി മുന്നോട്ടു പോകും. ദമ്പതികൾ തമ്മിലുള്ള പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കും. പഴയ പ്രശ്നങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ അവ പറഞ്ഞു പരിഹരിക്കാനും കുടുംബത്തിൽ ഐക്യവും സമാധാനാന്തരീക്ഷവും നിലനിർത്താനും സാധിക്കും. പങ്കാളിയുടെ കരിയറിലും സാമ്പത്തിക മേഖലയിലും വലിയ പുരോഗതി കാണുന്ന സമയമാണിത്. പങ്കാളി ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അർഹമായ പ്രമോഷൻ, ശമ്പള വർധനവ്, പുതിയ തൊഴിലവസരങ്ങൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന പങ്കാളിയാണെങ്കിൽ മികച്ച ലാഭവും പുതിയ ഇടപാടുകളും വന്നു ചേരും. പങ്കാളിയോടൊപ്പം ദൂരയാത്രകളോ വിനോദയാത്രകളോ ആസൂത്രണം ചെയ്യാൻ അനുകൂലമായ സമയമാണിത്. ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ അവസരം ലഭിക്കുന്നത് മാനസിക അടുപ്പം വർദ്ധിപ്പിക്കും. കുടുംബത്തിൽ ശുഭകാര്യങ്ങളോ വിശേഷ ചടങ്ങുകളോ നടക്കാനും അതിലൂടെ സന്തോഷം പങ്കിടാനും സാധിക്കും. പങ്കാളിയുടെ പിന്തുണ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലും വലിയൊരാശ്വാസമായി മാറും. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങിയും ദാമ്പത്യ ജീവിതം കൂടുതൽ അർത്ഥവത്താക്കാൻ ഈ മാസം സഹായിക്കും. ആഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെയുള്ള സമയം വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അപൂർവമായ ഭാഗ്യാനുഭവങ്ങളുടെ കാലഘട്ടമാണ്. ഭാഗ്യാധിപനായ സൂര്യൻ സ്വന്തം ക്ഷേത്രമായ 9ാം ഭാവത്തിൽ നിലകൊള്ളുന്നതിനാൽ നിങ്ങൾ കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും അപ്രതീക്ഷിതമായ ദൈവാധീനവും കാര്യവിജയവും തുണക്കും. പുതിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്താനും വീട്, ഭൂമി, വാഹനം തുടങ്ങിയവ വാങ്ങാനും വിൽക്കാനും ഏറ്റവും അനുകൂലമായ സമയമാണിത്.
ഒപ്പം കുടുംബത്തിൽ വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കും. സെപ്റ്റംബർ 17 ശേഷം സൂര്യൻ 10ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ രൂപപ്പെടുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം കാര്യവിജയവും ഭാഗ്യാനുഭവങ്ങളും തടസ്സമില്ലാതെ തുടരാൻ സഹായിക്കും. സെപ്റ്റംബർ 7 ബുധൻ 10ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ അതിശക്തമായ പഞ്ചമഹാപുരുഷ രാജയോഗം രൂപപ്പെടുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹിച്ച ശമ്പളത്തോടെ മികച്ച തൊഴിൽ ലഭിക്കും. നിലവിൽ ജോലിയുള്ളവർക്ക് ഉയർന്ന പദവികൾ, പ്രമോഷൻ, പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവ തേടിയെത്തും. കമ്മ്യൂണിക്കേഷൻ, IT, കമ്പ്യൂട്ടർ സയൻസ്, കൺസൾട്ടിംഗ്, മാർക്കറ്റിംഗ്, കൗൺസിലിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തിഗത നേട്ടങ്ങളും ഉയർന്ന അംഗീകാരങ്ങളും സ്വന്തമാക്കാൻ സാധിക്കും. വ്യാപാരികൾക്കും ബിസിനസ് നടത്തുന്നവർക്കും ഉയർന്ന വരുമാനവും മികച്ച സാമ്പത്തിക മുന്നേറ്റവും ലഭിക്കും. പുതിയ ഇടപാടുകാരെ ആകർഷിക്കാനും വലിയ തോതിലുള്ള ബിസിനസ് ഡീലുകൾ വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും. ബിസിനസ്സിലെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിക്കുകയും സംരംഭങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വിപുലീകരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ദിവസവും ഭക്തിപൂർവം ഹനുമാനെ ഭജിക്കുന്നത് സർവ്വവിധ തടസ്സങ്ങളും മാറ്റും. കണ്ടകശനി ദോഷ ശമനത്തിനായി ദിവസവും 108 തവണ ശനീശ്വര സ്തോത്രം ജപിക്കുക. ദിവസവും 108 തവണ ഓം നമഃശിവായ ജപിച്ച് പ്രാർത്ഥിക്കുക. ധനുരാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.